സ്വാമി ശരണമടിയങ്ങൾക്ക് ശരണം. ശബരിമാമല വാഴുമയ്യപ്പ മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾക്ക് ശരണം. ചുമലിലേറ്റി വരും നിതടിയങ്ങൾ ഒരു പുണ്യ പാപ ചുമടിതകിലമുടി സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. ഹരിഹരസുതനായി പിറന്നു പന്തളം നൃപതി വളർത്തും പൊന്നുണ്ണിയായി 18 പഠിച്ചു പന്തളം കളരി തന്നഭിമാനമായൊരുണ്ണി. സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. പാലിനായി പോയി കാട്ടിലെ പുലി തൻ പുറത്ത് എഴുന്നള്ളിയുണ്ണി പാവങ്ങൾക്കാശ്രയമായി പോരിനാൻ വാവരെ തോൽപ്പിച്ചു തോഴനാക്കി. സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. മഹിഷിയെ പോരിൽ വധിച്ചു മോക്ഷം അരുളി കനിവാർന്നനുഗ്രഹിച്ചു. കലിയുഗ വരദനാമുണ്ടി ഞങ്ങളാ കഥ പാടി പടികേറി വരുന്നു. ശബരിമാമല വാഴുമയ്യപ്പ മണികണ്ഠ സ്വാമി ശരണമടിയങ്ങൾക്ക് ശരണം. ചുമലിലേറ്റി വരും നിതടിയങ്ങൾ ഒരു പുണ്യ പാപ ചുമലിതകിലവും ഇരുമുടി കേട്ടായി. സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമിയേ ശരണം. സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമിയേ ശരണം.
ശിവമോഹിനി സംഗമത്താൽ പിറന്ന കുട്ടിയെ വനത്തിൽ നിന്ന് ലഭിച്ച പന്തള രാജാവ് കുഞ്ഞിനെ രാജ്ഞിയിൽ ഏൽപ്പിക്കുന്നു. കഴുത്തിൽ മണിയോട് കൂടി പിറന്ന ആ ബാലന് മണികണ്ഠൻ എന്ന നാമധേയം നൽകി. വിദ്യാഭ്യാസക്കാരായി ഗുരുകുലത്തിൽ ചെന്ന മണികണ്ഠൻ ദിവ്യാത്ഭുതങ്ങൾ പലതും പ്രകടിപ്പിച്ചു. ഊമയായ ഗുരുപുത്രന് സംസാര ശേഷി നൽകി. തുടർന്ന് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ മണികണ്ഠകുമാരൻ അറബി വ്യാപാരിയായ വാവർ ഗായകം പിടിച്ചെടുക്കാനായി പന്തളം ദേശത്തേക്ക് എത്തിയതായി അറിയുന്നു. മണികണ്ഠകുമാരനും വാവനും തമ്മിലുള്ള വാഗ്വാദത്താൽ വാവനെ തോൽപ്പിക്കുകയും ഒറ്റത്തോളനായി സ്വീകരിക്കുകയും ചെയ്തു. അതിനിടെ രാജ്ഞിക്ക് ഒരു പുത്രൻ ജനിക്കുന്നു. അയ്യപ്പനോടുള്ള വ്യക്തിവൈരാഗ്യം മൂലം മന്ത്രിയും കൊട്ടാര വൈദ്യനും ചേർന്നു സ്വന്തം പുത്രനാണ് രാജാവായി സ്ഥാനം നൽകേണ്ടതെന്നും വളർത്തുപുത്രൻ അതിന് യോഗ്യതയെന്നും രാജ്യവും രാജപദവിയും തട്ടിയെടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണെന്നും പറഞ്ഞ് രാജ്ഞിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതെല്ലാം വിശ്വസിച്ച രാജ്ഞി കൊട്ടാരം വൈദ്യന്റെ വാക്കുകേട്ട് വയറുവേദന അഭിനയിക്കുകയും തൊലിപ്പാലിനാൽ മാത്രമേ വയറുവേദന ശമിക്കുകയുള്ളൂ എന്ന് മണികണ്ഠനോട് പറയുന്നു.